ഇന്നത്തെ തൊഴിൽ അവസര വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊഴിൽ അവസര വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ വാർത്തകൾ: PSC പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള ഏറ്റവും പുതിയ നിർദ്ദേശങ്ങൾ. പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ അഡ്മിഷൻ ടിക്കറ്റിൽ പറഞ്ഞ സമയത്തിന് തന്നെ എക്സാം ഹാളിൽ എത്തിച്ചേരേണ്ടതാണ്. വൈകി വരുന്ന ഉദ്യോഗാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നതല്ല. പരീക്ഷ എഴുതാൻ വരുന്ന ഉദ്യോഗാർത്ഥികൾ ഒരു ഒറിജിനൽ ID പ്രൂഫ് കയ്യിൽ കരുതേണ്ടതാണ്. ഫോട്ടോ പതിച്ചിട്ടുള്ള ഒറിജിനൽ ID പ്രൂഫ് ആയിരിക്കണം. 15 ഡോക്യുമെന്റ്സ് ആണ് ID പ്രൂഫായി PSC സ്വീകരിക്കുന്നത്. വോട്ടേഴ്സ് ID, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് അനുവദിച്ചിട്ടുള്ള ID കാർഡ്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നാഷണലൈസ്ഡ് ബാങ്കിന്റെ ഫോട്ടോ പതിച്ചിട്ടുള്ള പാസ്ബുക്ക്, ഗവൺമെന്റ് എംപ്ലോയീസിന് ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ള ID കാർഡ്, എക്സ് സർവീസ്മാന് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിൽ അതല്ലെങ്കിൽ ഫോട്ടോ പതിച്ചിട്ടുള്ള ID കാർഡ് സില സൈനിക് വെൽഫെയർ ഓഫീസർ നൽകിയിട്ടുള്ളതായിരിക്കണം. കണ്ടക്ടർ ലൈസൻസ്, ഷെഡ്യൂൾഡ് ബാങ്ക്, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പാസ്ബുക്ക് ഫോട്ടോ പതിച്ചതായിരിക്കണം. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഫോട്ടോ പതിച്ച ID കാർഡ്, യൂണിവേഴ്സിറ്റി കേരള എംപ്ലോയീസിന് വേണ്ടി ഉള്ള ഫോട്ടോ പതിച്ച ID കാർഡ്, മെഡിക്കൽ ബോർഡ് PH കാൻഡിഡേറ്റ്സിനായി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഫോട്ടോ പതിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ബാർ കൗൺസിൽ അഡ്വക്കേറ്റിനായി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഫോട്ടോ പതിച്ച ID കാർഡ്, ആധാർ കാർഡ് എന്നിവയെല്ലാം ID പ്രൂഫായി സ്വീകരിക്കുന്നതാണ്. ID പ്രൂഫ് ഇല്ലാതെ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നതല്ല. എല്ലാ ഉദ്യോഗാർത്ഥികളും അഡ്മിഷൻ ടിക്കറ്റ്, ഒറിജിനൽ ID പ്രൂഫ്, ഒരു ബോൾ പോയിന്റ് പെന്ന് എക്സാമിനേഷൻ ഹാളിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്, കാൽക്കുലേറ്റർ, മൊബൈൽ ഫോൺ, ഡിജിറ്റൽ ഡയറി തുടങ്ങിയവ എക്സാം ഹാളിൽ പ്രവേശിപ്പിക്കുന്നതല്ല. അഡ്മിഷൻ ടിക്കറ്റിൽ സ്കാൻ ചെയ്ത ഫോട്ടോ ഉണ്ടായിരിക്കും. വേറെ ഫോട്ടോഗ്രാഫ് അഡ്മിഷൻ ടിക്കറ്റിൽ പേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇഷ്യൂ ചെയ്ത അഡ്മിഷൻ ടിക്കറ്റിൽ ഫോട്ടോഗ്രാഫിന്റെ ഇമേജിൽ പേരും ഫോട്ടോ എടുത്ത ഡേറ്റും കൃത്യമായി ഉണ്ടായിരിക്കണം. അഡ്മിഷൻ ടിക്കറ്റിൽ പറഞ്ഞ സമയത്തിന് മുൻപ് തന്നെ ഉദ്യോഗാർത്ഥികൾ പരീക്ഷാ ഹാളിൽ എത്തിച്ചേരാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പരീക്ഷ കഴിയാതെ ഉദ്യോഗാർത്ഥികളെ എക്സാം ഹാളിൽ നിന്നും പുറത്തേക്ക് വിടുന്നതല്ല.
ഉദ്യോഗസ്ഥരുമായി നല്ല രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടായിരിക്കേണ്ടതാണ്. ട്രാവലിംഗ് അലവൻസ് എലിജിബിൾ ആയിട്ടുള്ളവർക്ക് ചീഫ് സൂപ്രണ്ടിന്റെ അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ദിവസം തന്നെ കൊടുക്കുന്നതാണ്. എക്സാമിനേഷൻ സെന്ററിന് മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല. ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നതാണ്. എന്തെങ്കിലും കാരണവശാൽ എക്സാമിനേഷൻ മാറ്റിവെക്കുകയാണെങ്കിൽ പുതിയ തീയതി വെബ്സൈറ്റിലും വിഷ്വൽ മീഡിയയിലും പബ്ലിഷ് ചെയ്യുന്നതാണ്. ഇൻഡിവിജ്വലായി കാൻഡിഡേറ്റ്സിനെ ഇത് അറിയിക്കുന്നതല്ല. പുതിയ ഡേറ്റിലുള്ള അഡ്മിഷൻ ടിക്കറ്റ് ഉദ്യോഗാർത്ഥികൾ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. ആൻസർ ഷീറ്റിന്റെ പാർട്ട് എയും പാർട്ട് ബിയും വേർതിരിച്ചതിനു ശേഷം അസിസ്റ്റന്റ് സൂപ്രണ്ടന്റിനെ ഏൽപ്പിക്കേണ്ടതാണ്. ബാർകോഡിന്റെ മിഡിലിലൂടെ വേണം ഇട്ടിട്ടുള്ള ഡോട്ട് ലൈനിലൂടെയാണ് സെപ്പറേറ്റ് ചെയ്യേണ്ടത്. സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് മോഡിഫൈ ചെയ്ത OMR ആൻസർ ഷീറ്റ് എക്സാമിനേഷൻ ഹാളിൽ നിന്നും ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും. OMR ഷീറ്റോ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റോ മാറ്റി കൊടുക്കുന്നതല്ല. കൊടുക്കണമെങ്കിൽ പ്രിന്റിങ്ങിലോ അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിഫക്റ്റോ ഉണ്ടെങ്കിൽ മാത്രമേ OMR ഷീറ്റോ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റോ മാറ്റി നൽകുകയുള്ളൂ. പാർട്ട് എയിൽ രജിസ്റ്റർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, നെയിം ഓഫ് ദ പോസ്റ്റ്, പരീക്ഷാ തീയതി എന്നിവയും പാർട്ട് ബിയിൽ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും മാർക്ക് ചെയ്യേണ്ടതാണ്. രജിസ്റ്റർ നമ്പറിന്റെയും ഡേറ്റ് ഓഫ് ബർത്തിന്റെയും കോളത്തിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ബബിൾ ചെയ്യേണ്ടതാണ്. ഇംഗ്ലീഷ് ആൽഫബറ്റ്, രജിസ്റ്റർ നമ്പറിലെ ഇംഗ്ലീഷ് ആൽഫബറ്റ് നൽകാനായി സെപ്പറേറ്റ് ബോക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. OMR ഷീറ്റിൽ ബബിൾ ഡാർക്കൺ ചെയ്യാൻ മാത്രമേ പാടുള്ളൂ. ഒന്നിലധികം ഓപ്ഷൻസ് ബബിൾ ചെയ്യാൻ പാടില്ല. നീല മഷിയോ കറുപ്പ മഷിയോ ഉള്ള ബോൾ പോയിന്റ് പേന കൊണ്ട് മാത്രമേ ബബിൾ ഡാർക്കൺ ചെയ്യാൻ പാടുള്ളൂ. OMR ഷീറ്റിന്റെ റിവേഴ്സ് സൈഡിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് എല്ലാവരും വായിച്ചു നോക്കേണ്ടതാണ്. ബാർകോഡിൽ ഒരു വിധത്തിലുള്ള അടയാളങ്ങളും ഉണ്ടാവാൻ പാടുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ ആ ആൻസർ ഷീറ്റ് ഇൻവാലിഡേറ്റ് ആവുന്നതാണ്. പാർട്ട് എയിൽ എന്തെങ്കിലും എറർ വന്നാൽ OMR ഷീറ്റ് ഇൻവാലിഡേറ്റ് ആവുന്നതാണ്. പുതിയ
OMR ഷീറ്റ് അനുവദിക്കുന്നതല്ല. ഉദ്യോഗാർത്ഥികൾ അവരവരുടെ ആൽഫ കോഡ് ABCD അനുസരിച്ച് ഉള്ള രജിസ്റ്റർ നമ്പറിൽ എഴുതിയിട്ടുള്ള സീറ്റിൽ തന്നെ ഇരിക്കേണ്ടതാണ്. പാർട്ട് ബിയിൽ നിങ്ങളുടെ ഉത്തരത്തിന് നേരെയുള്ള ബബിൾ ഡാർക്കൺ ചെയ്യേണ്ടതാണ്. ഓരോ കറക്റ്റ് ആൻസറിനും 1 മാർക്ക് വീതം നൽകുന്നതായിരിക്കും. തെറ്റായ ഉത്തരം രേഖപ്പെടുത്തിയാൽ 1/3 മാർക്ക് കിട്ടിയ മാർക്കിൽ നിന്നും കുറയ്ക്കുന്നതായിരിക്കും. ഒന്നിലധികം ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ബബിൾ ചെയ്താൽ ഒന്നിലധികം ഉത്തരങ്ങൾ മാർക്ക് ചെയ്താൽ ആ ആൻസർ നെഗറ്റീവ് മാർക്കായി പോകുന്നതാണ്. എന്തെങ്കിലും കാൽക്കുലേഷൻസ് ചെയ്യാനായി ബ്ലാങ്ക് ഷീറ്റ് അനുവദിച്ചിട്ടുണ്ട്. അതിൽ മാത്രമേ കാൽക്കുലേഷൻ ചെയ്യാൻ പാടുള്ളൂ. ഉദ്യോഗാർത്ഥികൾ അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യന്റെ ഉത്തരമെങ്കിലും എഴുതേണ്ടതാണ്. അല്ലാത്ത ആൻസർ ഷീറ്റ് ഇൻവാലിഡേറ്റ് ആവുന്നതാണ്. OMR ഷീറ്റിന്റെ മോഡൽ ആണ് താഴെ കാണിച്ചിരിക്കുന്നത്. ഈ രീതിയിലുള്ള OMR ഷീറ്റാണ് അനുവദിക്കുന്നത്. ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. ചാനൽ തുടർന്നും ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.